പ്രിയപ്പെട്ട 7ാം ക്ലാസ്സിലെ കുട്ടികളെ, ലിസാനുൽ ഖുർആന് കാക്കൊല്ല പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് 4 പാഠങ്ങളാണ് കാക്കൊല്ല പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അപ്പോൾ 1ാം പാഠത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 1ാമത്തെ പാഠത്തിൻ്റെ പേരെന്താണ്? സ്വബാഹുൽ ഈദ് അല്ലേ, പെരുന്നാൾ പ്രഭാതം, പെരുന്നാൾ ദിവസത്തെ രാവിലെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഫിഅല്, എന്താണ് ഫായില്, എന്താണ് മഫ്ഊലുൻ ബിഹി. കേട്ട് പരിചയം ഉണ്ടാവും നിങ്ങൾക്ക് ചെറുതായിട്ടൊക്കെ അല്ലേ. അതായത് ഇപ്പം നമ്മൾ പറയും ഞാൻ കുളിക്കുകയാണ്, ഞാൻ വെള്ളം കുടിക്കുകയാണ്, ഞാൻ ഭക്ഷണം കഴിക്കുകയാണെന്നൊക്കെ പറയും. അതൊക്കെ എന്താണ്? അതൊക്കെ ഒരു പ്രവർത്തനമാണ് അല്ലേ. ആ പ്രവർത്തനത്തിനാണ് അറബിയിൽ എന്താ പറയുക? ഫിഅല് എന്ന് പറയാം. എന്താ പറയുക? ഫിഅല്. അപ്പോൾ ഒരു സംഗതി ചെയ്യുന്നതിനാണ് ഫിഅല് എന്ന് പറയുക. ഇനി ആരാണത് ചെയ്യുന്നത്? അയാൾക്കാണ് എന്താ പറയുക? ഫാഇൽ എന്ന് പറയാം. എന്താ പറയുക? ഫാഇൽ. ഇനി എന്താണ് ചെയ്യുന്നത്? അതിനാണ് എന്താ പറയുക? മഫ്ഊൽ എന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണം പറയാം. ഞാൻ പുസ്തകം വായിക്കുകയാണ്. അപ്പോൾ ഇവിടെ പുസ്തകം വായിക്കുക എന്നുള്ളതാണ് എന്ത്? ഫിഅൽ. ഞാൻ ആരെ വായിക്കണം? ഞാനാണ്. അപ്പം ഞാൻ ആരാണ്? ഫാഇൽ. എന്താണ് എൻ്റെ പണി? വായന അല്ലേ, പുസ്തകം വായിക്കൽ. അപ്പോൾ എന്തിനെ വായിക്കുന്നത്? പുസ്തകത്തിനെ. അപ്പോൾ പുസ്തകമാണ് മഫ്ഊൽ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന പണി എന്തുമേല നടക്കുന്നത്, അതിനാണ് എന്ത് പറയുക? മഫ്ഊൽ എന്ന് പറയാം. അപ്പോൾ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത്, പരീക്ഷയ്ക്ക് ഇത് പൂരിപ്പിക്കാൻ വരാൻ സാധ്യതയുണ്ട്. എന്ത്? ഫിഅൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കലിമത്തുൻ, അതൊരു പദമാണ്. തദുല്ലു അലാ ഹുസൂലി അമലിൻ, ഒരു പ്രവർത്തനം നടക്കുന്നതിൻ്റെ മേലിൽ അറിയിക്കുന്നു. ഫി സമനിൻ ഖാസിൻ, പ്രത്യേക സമയത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഒരു പ്രത്യേക സമയത്തിൽ ഒരു പ്രവർത്തനം ഉണ്ടായതിൻ്റെ മേൽ അറിയിക്കുന്ന കലിമത്ത് വാക്കാണെന്ത്? പദമാണ് ഫിഅൽ. അപ്പോൾ അൽ ഫിഅലു കലിമത്തുൻ തദുല്ലു അലാ ഹുസൂലി അമലിൻ ഫി സമനിൻ ഖാസിൻ. ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം കേട്ടോ. അടുത്ത അൽ ഫായിൽ. ഫായിൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇസ്മുൻ, അതൊരു പേരാണ്. മർഫുഉൻ, അത് റഫ് ചെയ്യപ്പെട്ടത്. അത് നിങ്ങൾ പറഞ്ഞുതരാം. യദുല്ലു അലാ മൻ വഖഅ മിൻഹുൽ ഫിഅലു, ഫിഅല് ആരിൽ നിന്നാണോ ഉണ്ടായത് അവൻ്റെ മേൽ അറിയിക്കുന്ന റഫ് ചെയ്യപ്പെട്ട ഇസ്മിനിക്കാണ് ഫായിൽ എന്ന് പറയുന്നത്. റഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അവസാനം ലം ഉണ്ടാവില്ലേ, ലം ഉണ്ടല്ലേ നിങ്ങൾ, അതിനാണ് ഈ റഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫായിൽ എപ്പോഴും എന്തായിരിക്കും? അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ഈ ലം ഉണ്ടാവും. ഉറപ്പാണോ? ഉറപ്പാണ്, ഉണ്ടാവും. അത് പുറത്തേക്ക് കാണില്ലെങ്കിൽ ചിലപ്പോൾ എന്തുണ്ടാവും? ഉള്ളിലുണ്ടാവും, പുറത്തേക്ക് കാണാത്ത രൂപത്തിലുണ്ടാവും. പിന്നെ അൽ മഫ്ഊലും ബിഹി. മഫ്ഊലും ബിഹി പറഞ്ഞാൽ ആരാണ്? ഇസ്മുൻ, അതൊരു പേരാണ്. മൻസൂബൻ, നെസ്ബ് ചെയ്യപ്പെട്ട. എന്താ നെസ്ബ് ചെയ്യപ്പെട്ട പറഞ്ഞാൽ? ഫതഹ ആയിരിക്കും, അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ഫതഹ ആയിരിക്കും. യദുല്ലു അലാ ഷൈഇൻ വഖഅ അലൈഹിൽ ഫീലു, പ്രവർത്തനം ആരെ മേലാണോ സംഭവിച്ചത് അതാണെന്ത്? മഫ്ഊൽ. അപ്പം ഞാൻ പറയാണ് എന്ത്? ഞാനിവിടെ അടിക്കുകയാണ്. ലറബ, ലറബ്തു, ഞാൻ അടിച്ചു. എന്തിനടിച്ചു? പുസ്തകത്തിനടിച്ചു. അപ്പോൾ ലറബ്തു അൽ കിതാബ, കിതാബിനെ ഞാൻ അടിച്ചു. അപ്പോൾ ലറബ എന്നുള്ളതാണ് അടുത്ത് എന്ത്? ഫിഅല് അല്ലേ. അപ്പോൾ ലറബ എന്നുള്ളതാണ് അടുത്ത ഫിഅല്. പിന്നീട് എന്ത് സംഭവിച്ചു? ആരാണ് അടിച്ചത്? ഞാനാണ്. അപ്പോൾ അവിടെ നമ്മൾ അറബിയിൽ എഴുതുമ്പോൾ തു, അതാണ് അവിടെ ഫായിൽ, ലമീറാണ് ഫായിൽ. എന്തിൻ്റെ മേലെ അടിച്ചത്? കിതാബിനെ അടിച്ചത്. അപ്പോൾ കിതാബാണ് മഫ്ഊൽ. മനസ്സിലായല്ലോ. ഇനി ഇവിടെ കളർഫുൾ ആയിട്ടുള്ള, അപ്പോൾ ഇത് നിങ്ങൾ കാണാതെ പഠിക്കാം. പിന്നെ ഈ കളർഫുൾ ആയിട്ടുള്ള വാക്കുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാം. ഇസ്തൈഖല, പിന്നെ ഈ ഇപ്പോൾ ചുവപ്പ് കളർ ഏതൊക്കെയാണ്? ഇസ്തൈഖല, തവല്ലഅ, സല്ലത്ത്, സനഅത്ത്, ദഹബ, ഇഗ്തസല. ഈ ചുവപ്പ് കളറിലുള്ളതൊക്കെ എന്താണ്? പ്രവർത്തനാണ്. എന്തെങ്കിലും ഒരു പ്രവർത്തനമായിരിക്കും. നോക്കിക്കോ, ഇസ്തൈഖല പറഞ്ഞാൽ എണീറ്റു എന്നർത്ഥം, ഉണർന്നു. തവല്ല പറഞ്ഞാൽ വുളു എടുത്തു. സ്വല്ലത്ത് പറഞ്ഞാൽ നിസ്കരിച്ചു. ദഹബ പറഞ്ഞാൽ പോയി. കണ്ടോ? പോകുക, ഒലുടുക്കുക, നിസ്കരിക്കുക, അങ്ങനത്തെ പണികളെ പേരാണ് ഇതൊക്കെ. അപ്പോൾ പണികളാണ് ഈ ചുവപ്പ്, ഫുള്ള് പണികളാണ്. ഇനി പച്ച കളറിലുള്ളതൊക്കെ എന്താണ്? ആ പണി ആരാണോ ചെയ്തതാണ്. ഇസ്തൈഖല ആരാ? സ്വാലിഹ്, സ്വാലിഹാണ് എണീറ്റത്. തവല്ല സ്വാലിഹ്, ആരാ ഒലുടുത്ത്? സ്വാലിഹ് ഒലുടുത്തു. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? അടുത്തത് സ്വല്ലത്ത് സ്വാലിഹത്തുൻ, സ്വാലിഹത്ത് പറഞ്ഞ മോള് നിസ്കരിച്ചു. ദഹബൽ ജമീഉ, ആരാണ്? ജമീ പറഞ്ഞ എല്ലാവരും പോയി. സനാത്തിൽ ഉമ്മു, ഉമ്മ തയ്യാറാക്കി, ഉണ്ടാക്കി. മനസ്സിലായോ? ഇസ്തഗ്സല സ്വാലി, ആരാ കുളിച്ചത്? ഇഗ്തസല പറഞ്ഞാൽ കുളിച്ചു. സ്വാലി കുളിച്ചു.
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ചോപ്പ് പച്ച ഫുള്ള് ആരാണ് പണി ചെയ്തത്? അപ്പോൾ ഇതിന് നമ്മൾ എന്ത് പറയും? ചോപ്പിന് എന്ത് പറയും? ഫിഅല് എന്നും ഇതിന് ഫായില് എന്നും പറയും. ഫിഅല് ഫായില്. ഇനി ഒന്നും കൂടി കിട്ടണം നമുക്ക്, മഫ്ഊൽ അല്ലേ? ഫിഅല് ഫായില് മഫ്ഊൽ. നമ്മൾ പറഞ്ഞു എന്താണോ പണി അതിനാണ് ഫിഅല് എന്ന് പറയുക, ആരാണോ ചെയ്തത് അതാണ് ഫായില്. ഇനി എന്തിൻ്റെ മേലാണോ ചെയ്തത് അതാണ് എന്ത്? മഫ്ഊൽ. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ നോക്കുക, എന്താണ് ഇതാ ഇവിടെ നീല കളർ കണ്ടോ? നീല കളറാണ് മഫ്ഊല്. ഉമ്മ തയ്യാറാക്കി, എന്ത് തയ്യാറാക്കി? ത്വആമൻ, കണ്ടോ? ഭക്ഷണം. അപ്പോൾ ഭക്ഷണത്തെയാണ് ഇവിടെ മഫ്ഊലാക്കി. മനസ്സിലായില്ലേ? ഇനി അടുത്ത് നോക്കുക, ഇവിടെ നോക്കൂ, ലഖിയ സ്വാലിഹുൻ, സ്വാലിഹ് കണ്ടു. ആരെ? അസ്ദിഖാഹു, എൻ്റെ കൂട്ടുകാരെ. ഇവിടെ നീല കളർ ഏതാ? അസ്ദിഖാഹു. അപ്പോൾ അതാണ് മഫ്ഊല്. സാറ സ്വാലിഹ്, സ്വാലിഹ് വിസിറ്റ് ചെയ്തു, സന്ദർശിച്ചു. ഖബറ, ഖബറിനെ, കണ്ടോ? അപ്പൊ എന്തിനെ സന്ദർശിച്ച്? ഖബറിനെ. അപ്പൊ ഇതാണ് മഫ്ഊല്, നീല കളറാണ് മഫ്ഊല്. ഇനി നമുക്ക് ഒരു ട്രിക്കും കൂടി ഉണ്ട്. അതായത് ഇതിൽ പച്ച കളറുള്ള വാക്കിന്റെ ഒക്കെ അവസാനത്തെ അക്ഷരത്തിന് ലമ്മായിരിക്കും. ഉറപ്പാണ്, 100% ഉറപ്പാണ്. നോക്കിക്കോ, പച്ച കളറുള്ള വാക്ക് സ്വാലിഹുൻ, അവസാനം ലമ്മല്ലേ? കണ്ടോ? ലമ്മ് തൻവീൻ. സ്വാലിഹുൻ, കണ്ടോ? ലമ്മ്. അടുത്ത സ്വാലിഹത്തു, കണ്ടോ? ലമ്മ്. ജമീ, ലമ്മ്, കണ്ടില്ലേ? പിന്നെ ഉമ്മു, മീമിന് ലമ്മല്ലേ? സ്വാലിഹുൻ, ഹുൻ, ലമ്മല്ലേ? അപ്പോൾ പച്ച കളറിനൊക്കെ അവസാനത്തെ അക്ഷരം ലമ്മ. അപ്പൊ എന്താണ്? ലമ്മിനാണ് നമ്മൾ എന്ത് പറയാ? റഫ് എന്ന് പറയാം. എന്താ പറയാ? റഫ്. അതിന് മർഫു എന്ന് പറയും, റഫ് ചെയ്യപ്പെട്ടത്. അപ്പൊ നമ്മൾ അവിടെ പഠിച്ചു എന്ത്? ഫായിലിനിക്ക് റഫ് ആയിരിക്കും, ഫായിലിന് റഫ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു സെന്റൻസ് തന്നാൽ അതിൽ ഫായിൽ ഏതാ നോക്കാനുള്ള ട്രിക്ക് എന്താണ്? അവസാനത്തെ അക്ഷരത്തിന് ലമ്മുണ്ട് നോക്കിയാൽ മതി. ഓക്കെ. ഇനി മഫ്ഊൽ ആണെങ്കിൽ അതിന്റെ അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് ആയിരിക്കും. നോക്കുക, ഇവിടെ മഫ്ഊൽ നമ്മൾ പഠിച്ചു. അസ്ദിഖാഅഹു, അസ്ദിഖാഅഹു. ഇവിടെ ഹൂന് ലമ്മല്ലേ എന്ന് നിങ്ങൾ സംശയം ഉണ്ടാവും. പക്ഷെ ഹൂ അല്ല ഇവിടുത്തെ അവസാനത്തെ അക്ഷരം, ഇതല്ല, പിന്നെ ഇതാണ് അസ്ദിഖാ. അപ്പൊ ഇനി ഹൂ എന്താ? ഹൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അവൻ്റെ എന്ന അർത്ഥത്തിന് പറയുന്ന ഒരു സാധനമാണ്. അപ്പൊ ഇത് ലമീറാണ്. അപ്പൊ ഇവിടുത്തെ അവസാനത്തെ അക്ഷരം ഏതാണ്? അംസാണ്. ഇതിന് ഫതഹ് അല്ലേ? അപ്പൊ ഇതെന്താണ്? മഫ്ഊലാണ്. അപ്പൊ മഫ്ഊല് മനസ്സിലാക്കാനുള്ള ട്രിക്ക് എന്താണ്? അവസാനത്തെ അക്ഷരത്തിന് എന്തുണ്ടാവും? ഫതഹ് ഉണ്ടാവും. ഇതാ കണ്ടോ? ഖബറ, റ, കണ്ടില്ലേ? പിന്നെ അഖാരിബ, സ്വാലിഹൻ, ഈദിയത്തൻ, കണ്ടോ? ഇവിടെ ഫഅത്തൽ, ഇവിടെ ഹദറ ജമീഉ അഅ്ളാഇൽ ഉസ്റത്തി ഹൗലൽ മാഇദത്തി. ഇവിടെ സംഭവം ഞാൻ കഥ പറഞ്ഞിട്ടില്ല, കഥ കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല. സംഗതി നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ പെരുന്നാൾ ദിവസമാണ്. പെരുന്നാൾ ദിവസം നമ്മൾ എല്ലാവരും ഫുഡ് ഉണ്ടാക്കി ഭക്ഷണം കഴിക്കും, പിന്നെ കുടുംബക്കാരുടെ വീട്ടിലൊക്കെ പോകും. അത്ര ഇവിടെ നടന്നിട്ടുള്ളൂ. ഞാൻ ഇവിടെ ഇങ്ങനെ വായിക്കുക, വാഗത്തസലത്ത് സ്വാലിഹത്തുൻ, സ്വാലിഹ പറഞ്ഞ പെൺകുട്ടി ഉണ്ട്. ഇവിടെ സ്വാലിഹ് പറഞ്ഞ ഒരു ആൺകുട്ടിയും സ്വാലിഹത്ത് പറഞ്ഞ ഓൻ്റെ പെങ്ങളും, ആങ്ങളെയും പെങ്ങളുമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ സബഗത്ത് യദഹാബിൽ ഹിന്നായി, മൈലാഞ്ചി ഇട്ടു കയ്യിന്. വലബിസത്ത് മലാബിസൽ ജദീദ, ഓളെന്ത് ചെയ്തു? പുതിയ വസ്ത്രം ധരിച്ചു. സായദത്ത് ഉമ്മഹ ഫി തെർത്തീബിൽ മായിദ, പിന്നെ ഭക്ഷണം സുപ്ര തയ്യാറാക്കാൻ ഭക്ഷണം അവിടെ കൊടുന്നു നോക്കൂലേ, അപ്പൊ അതിന് ഉമ്മാനെ സഹായിച്ചോള്. ഹദറ ജമീഉ അഅ്ളാഇൽ ഉസ്റത്തി ഹൗലൽ മായിദ, അങ്ങനെ എല്ലാവരും ടേബിളിന്റെ ചുറ്റും ഇരുന്നു, കുടുംബത്തിലെല്ലാവരും. തനാവലു ത്വാം, അവരെല്ലാവരും ഭക്ഷണം കഴിച്ചു. സുമ്മ സാറ സ്വാലിൻ വഖ്തുഹു അല്ല ഖാരിബ, എന്ത് കുടുംബക്കാരെ കാണാൻ പോയി. മായല്ല ബൈന്, ഉപ്പാൻ്റെ ഉമ്മാൻ്റെ കൂടെ ഓല് രണ്ടാൾ എന്ത് ചെയ്തു? കുടുംബക്കാരെ കാണാൻ പോയി. ഫായത്തൽ അമ്മു, അങ്ങനെ എളാപ്പ് എന്ത് ചെയ്തു? അല്ലെങ്കിൽ മൂത്താപ്പ് എന്ത് ചെയ്തു? കൊടുത്തു. സ്വാലിഹിനും വഖ്തഹു, പിന്നെ സ്വാലിഹിന്റെ എന്താണ് പെങ്ങൾക്കും കൊടുത്തു. എന്ത്? ഈദിയത്തൻ ജമീല. അത് പഠിച്ചു വെച്ചോ. ഈദിയത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം പെരുന്നാൾ സമ്മാനം എന്ന്. എന്താണ്? പെരുന്നാൾ സമ്മാനം കൊടുത്തു. ഫഅതാഹുമൽ ഖാലു മിഅത റൂബിയ, അതുപോലെ അവർക്ക് ഉണ്ടാക്കും അവരെ അമ്മാവൻ എന്ത് ചെയ്തു? നമ്മളെ കണ്ണൂർ ഭാഷയിൽ പറഞ്ഞ കാർണോർ എന്ത് ചെയ്തു? 100 രൂപ കൊടുത്തു. ഓക്കെ, അപ്പൊ അത് പഠിച്ചു. അപ്പൊ എന്താണ് ഫീല്, എന്താണ് ഫായിൽ, എന്താണ് മഫ്ഊല് പഠിച്ചു. അപ്പൊ ഫായിലിനിക്ക് അവസാനത്തെ അക്ഷരത്തിന് എന്തുണ്ടാകും? ലമ്മുണ്ടാവും. അതുപോലെ മഫ്ഊലിന് അവസാനത്തെ അക്ഷരത്തിന് എന്തുണ്ടാവും? പിന്നെ ഫതഹ് ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ അതിന് നെസ്ബു എന്നും മറ്റേന് റഫ് എന്നും പറയും. ഇനി നോക്കാം, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഇങ്ങനെയാണ്. അതായത് നിങ്ങൾക്ക് ഒരു സെന്റൻസ് തന്നിട്ട് അതിൽ നിന്ന് ഫെയിലും ഫായിലും മഫ്ഊലൊക്കെ കണ്ടെത്താനാണ്. നോക്കിക്കോ, സനഅത്ത്, ഇത് ഫെയിലാണ്. അപ്പൊ ഫെയിൽ നിങ്ങൾക്ക് തിരിച്ചറിയണില്ലെങ്കിൽ ഒരു ട്രിക്ക് പറഞ്ഞാൽ മതി. എന്താ? അവസാനത്തെ അക്ഷരത്തിന് ലമ്മുള്ള വാക്ക് ഫായിലായിരിക്കുമല്ലോ. അപ്പൊ ഇതിൽ ഏതാ ഫായില്? ഉമ്മയാണ്. അപ്പൊ ഉമ്മ അങ്ങോട്ട് എഴുതുക. അപ്പൊ അവസാനത്തെ അക്ഷരത്തിന് നെസ്ബുള്ളത് അഥവാ ഫതഹുള്ളത് ഏതായിരിക്കും?
മഫ്ഊലായിരിക്കും. അപ്പോൾ അത് തരും. ബാക്കി ഉണ്ടാകുക ഏതായിരിക്കും? ഫീലായിരിക്കും. അപ്പോൾ അത് ഇങ്ങോട്ട് എഴുതിയാൽ മതി. ലഖിയ സ്വാലിൻ അസ്തിക, ഇതൊക്കെ അവിടെ പറഞ്ഞ ചോദ്യത്തിൽ പാഠത്തിൽ പറഞ്ഞ തന്നെ. ലഖിയ ഫീല്, സ്വാലി ഫായില്, അസ്തിക മഫ്ഊല്. ലൈസത്ത് ലബിസത്ത് പിന്നെ ഫീല്, മറ്റേത് ഫായില് മഫ്ഊല്. ഹദറ ഇതിന് മഫ്ഊൽ ഉണ്ടാവില്ല, ചില ഫീലുകൾക്ക് അങ്ങനെയാണ്. അപ്പം നിങ്ങൾ ഇവിടെ പറയും ഖറ അൽ അബുൽ ഖുർആന, ഉപ്പ ഖുർആൻ ഓതി എന്നാണ്. അപ്പോൾ ഓതി എന്നുള്ളതിൻ്റെ അറബി എന്താ? ഖറ, അതാണ് ഫീല്. മനസ്സിലായോ? അബ് ആരാ ഓതിയെ? ബാപ്പ, അപ്പോൾ ബാപ്പയാണ് ഫായില്. പിന്നെ എന്താ ഓതിയ? ഖുർആൻ, അപ്പോൾ ഖുർആനാണ് മഫ്ഊല്. ഓക്കെ. അക്കല ഖാലിദ് അൽ കാക്ക, ഖാലിദ് കേക്ക് തിന്നു എന്നാണ്. അപ്പോൾ അക്കല അതാണ് ഫീല്, ഖാലിദ് ഫായില്, കാക്ക് മഫ്ഊല്. സാറ തിഫ്ലു അൽ ജദ്ദ, സാറ ഫീല്, തിഫ്ല് ഫായില്, ജദ് മഫ്ഊല്. ഇവിടെ കണ്ടോ എല്ലാത്തിൻ്റെ അവസാനത്തിൽ ഫത്ത കണ്ടോ? എന്താ കാരണം? എന്താ കാരണം? മഫ്ഊലാണ്. ബക്കല കണ്ടില്ലേ? ഇനി നോക്കാം, ഇതൊക്കെ എളുപ്പമല്ല. ഞാൻ ഇത് പറഞ്ഞത് റജഅത്തിൽ ബിന്തു മിനൽ മദ്രസത്തി. നോക്കാം, റജഅത്തിൽ ബിന്തു പറഞ്ഞാൽ എന്താ? മോള് മടങ്ങി. അപ്പോൾ ആരാ മടങ്ങിയത്? ഫീൽ ഏതാ? റജഅത്ത്. ആരാ മടങ്ങിയേ? മോള് അല്ലേ? മിനൽ മദ്രസത്തി മഫ്ഊലും ബി. ശരിക്കും മഫ്ഊലും ബി ആവില്ല, എന്നാലും മിനൽ മഫ്ഊൽ ബി ആയിട്ട് എഴുതാം. ഇനി ഇവിടെ നോക്കാം, സാറ അലിയുൻ. ഇത് നോക്കിക്കോ, ഈ ട്രിക്ക് നോക്കിക്കോ. അലി വിസിറ്റ് ചെയ്തു. ഇവിടെ എന്താ കൊടുത്തിട്ടുണ്ട്? ജദ്ദു ജദ്ദത്തി അസ്തിക. ഇതിന് ട്രിക്ക് ഉണ്ട്. ഇത് മഫ്ഊലാണ്. ഇവിടെ ഫീല്, ഇവിടെ ഫായിൽ. അടുത്ത വരെ മഫ്ഊലാണ്. മഫ്ഊലിന്റെ അവസാനത്തെ അക്ഷരത്തിന് എന്തായിരിക്കും നമ്മൾ പറഞ്ഞത്? ഫത്തഹാണ്. ഇതിലൂടെ ഫത്തഹ ഉള്ളത് ഇതാണ്. അപ്പോൾ ഇതാണ് ഉത്തരം, അസ്തിക. ഇനി അക്കല, അക്കല തിന്നു. സമക്ക മീന്, അപ്പോൾ ആര് തിന്നു എന്നായിരിക്കും. ആര് തിന്നു എന്ന് പറയുന്ന പച്ച കളറാണ്. പച്ച കളറിന്റെ അവസാനത്തെ അക്ഷരത്തിന് എന്തായിരിക്കും? ലമ്മായിരിക്കും. ഇതിലേതാ ലമ്പുള്ളത് നോക്കുക? ടെത്ത്. കണ്ടോ? അപ്പോൾ ഇതാണ് ഉത്തരം. അത് ഡാഷ് അൽ വലതു അൽ ബിത്തീഖ അല്ലേ? പിന്നെ എന്താണ്? ബിത്തീഖറ വത്തക്ക, വലുതറ കുട്ടി. ഇവിടെ ഫീല വേണ്ടിയത്, അതായത് പ്രവർത്തനം വേണ്ടി. പറഞ്ഞ ഒരു പ്രവർത്തനമാണോ? താജീർ പറഞ്ഞ കച്ചവടക്ക, ബിസിനസ്മാൻ എന്നാണ്. അതല്ല, കഥയാണ് ഇവിടെ ഉത്തരം. അപ്പോൾ കഥയിൽ വലുതൽ ബിത്തീഖ. ഇതും അതേപോലെ തന്നെ. ഗസല കുളിച്ചു, കഴുകി. സിയാബ വസ്ത്രം. ആര് കഴുകി? അബ് ഉമ്മു ഉഖ്ത്, മൂന്നാളുണ്ട്. ആരെ കഴുകി? അതിനിപ്പോൾ എന്താ? എങ്ങനെ മനസ്സിലാക്കാനുള്ള ഐഡിയ ഉണ്ട്. അതായത് ഇവിടെ ഉമ്മയാണെങ്കിൽ എന്താവും? ഇവിടെ താഴുണ്ടാവും. പെണ്ണുങ്ങൾക്ക് എപ്പോഴും താഴുണ്ടാവുമല്ലോ. ഉമ്മ പെങ്ങളോ ആണെങ്കിൽ താഴുണ്ടാവും. ഇവിടെ താഴുണ്ടോ? ഇല്ല. അപ്പം എന്ത് മനസ്സിലാക്കാം? ഉപ്പയാണ് കഴുകിയത്. നജഹത്ത് കണ്ട, ഇവിടെ താഴുണ്ട്. അപ്പോൾ മനസ്സിലാക്കിക്കോ, ഇവിടെ പെണ്ണാ വരേണ്ടത്. മിദ്ലാജി ജാബിർ ഖദീജ. ആരാ? ഖദീജ. അടുത്തത് തഖറഉ അൽ ഡാഷ് അൽ ജരീദ, അൽ ജദ്ദു ജദ്ദത്തു അൽ ഉസ്താദു. തഖറഉ എന്ന് പറയുമ്പോൾ ഇവിടെ താഴുണ്ടല്ലോ, ഉണ്ട്. അപ്പോൾ ഇതിൽ പെണ്ണ് ഏതാ നോക്ക്? ജദ് ജദ്ദത്ത് ഉസ്താദ്. ഇതിലേതാ പെണ്ണ്? ഉസ്താദ് പെണ്ണല്ല, ജദ്ദും പെണ്ണല്ല, പിന്നെ ആരാള്? ജദ്ദത്താണ്. ഓക്കെ. അതാ ഇത് ഇഷ്ടം പോലെ വരും കേട്ടോ. ഇത് ഫീല് ഫായില് മഫ്ഊല് ഇതാണ്. ഖതല ഫീല്, ദാവൂദ് ഫായില്, ജാലൂത്ത് മഫ്ഊല്. ലാ യുഖ്ലിഫു ഫീല്, അല്ലാഹു ഫായില്, മിആദ് മഫ്ഊല്. അഅദ്ദ ഫീല്, അല്ലാഹു ഫായില്, മഗ്ഫിറത്ത് മഫ്ഊലും ബിഹി. ഇത് നിങ്ങൾ കുടുംബക്കാരുടെ പേര് ഇതാണ്. അടുത്ത് ഈ വാക്കർത്ഥങ്ങളൊക്കെ എന്ത് ചെയ്യുക? ശരിക്കും മനസ്സിലാക്കി പഠിച്ചിട്ട് പോവുക. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.